ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ജടായു സംഗമം. ശ്രുതൈതൽ ശ്രോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജനകിയോടും ഇടുന്ന നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോക്ഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രാക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനി ഭക്ഷകനിവനിവനെ നീ കണ്ടതില്ലയോ സഖേ? വില്ലിങ് തന്നീണു നീ ഭീതിയുമുണ്ടാകല, കൊല്ലുവാനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സെന്നറിഞ്ഞാലും നിന്തിരൂപടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവദ്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹവും ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ, സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേ നല്ലോ നിന്നെ ഞാനതും കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീപന സാമ്രാധകില ഫലവൃക്ഷാവൃതകാനനെ ജനസമ്പാദ വിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ശാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാല ഗൗതമ തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാനിതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടേണം. ആരോ നിന്തിരൂപടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ.
ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മനാം അറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതു നിർണയമതിനാലേ കായാ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാഭരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന എന്നതറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതു ഒന്നില്ലല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭവും വിചാരിക്കൽ ഇല്ലാതെയൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്ര കളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഒത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൽ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനവും ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസ വക്തൃത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യേക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാ മഞ്ഞുഭാവഭൂമകളെ കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ നരഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേ തനിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്നീങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മീയ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാകല. ആത്മാവാകുന്നതെന്തുണ്ടെന്നോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണ ബുദ്ധ്യഹങ്കാരം. മനസാദികളിലൊന്നും ഇവറ്റിൽ നിന്നു മേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ. നിൽപ്പിതു ചിതാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം തൽപാദാത്മാ ജ്ഞാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ
ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവ സത്വന്തർഗത പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ ജനഖിലാധാരൻ നിരാധാരൻ നിത്യ സത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിയുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാനാം ജ്ഞാനമാചാര്യശാസ്ത്രൗഘോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ. ആത്മിനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പാത ആത്മാ ഒന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗത്തോടു സഹിതമായി ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമീതി ഉള്ളവണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കൺമതിനുണ്ടു പണി. രാത്രിയിൽ തന്റെ പാദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമാമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിവിപ്രാണം കൊടുക്കയുമത. മൽകഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്ക് അന്തരം വരാതെ ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം തവ പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്തിനിതു നിത്യമായി പാഠം ചെയ്യില ജ്ഞാനം അകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും.